ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരാവകാശ കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നു. അതിൻ്റെ ആദ്യ പേജുകൾ കൈരളി ന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. വളരെ നാടകീയമായി ആലങ്കാരികമായ ഭാഷയിൽ തന്നെ ഇതിനെക്കുറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതായത് ജസ്റ്റിസ് കെ ഹേമ ചെയർപേഴ്സണായ സിനിമാ നടി ശാരദയും ഒപ്പം തന്നെ IAS ഉദ്യോഗസ്ഥ KB വത്സരകുമാരി അംഗങ്ങളായ സമിതിയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് തയ്യാറാക്കിയിരിക്കുന്നതിൽ. അതിൽ പറയുന്നത് ദ സ്കൈ ഈസ് ഫുൾ ഓഫ് മിസ്റ്ററീസ് വിത്ത് ദ ട്വിങ്ക്ലിംഗ് സ്റ്റാർസ് and the beautiful moon, but scientific investigation revealed that stars do not twinkle nor does the moon look beautiful. അതായത് മിസ്റ്ററികൾ, ദുരൂഹതകൾ നിറഞ്ഞ ആകാശം, അവിടെ നക്ഷത്രങ്ങൾ തിളങ്ങുന്നുണ്ട്, ചന്ദ്രൻ സുന്ദരമായി ചിരിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ ശാസ്ത്രീയ നിരീക്ഷണങ്ങളിലൂടെ നക്ഷത്രങ്ങൾ തിളങ്ങുന്നതില്ല, ചന്ദ്രൻ വിചാരിച്ചതുപോലെ സുന്ദരവുമല്ല എന്നാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ആദ്യ വരികളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. നിലവിൽ 233 പേജ് അടങ്ങുന്ന റിപ്പോർട്ടിൻ്റെ ആദ്യ പേജുകളുടെ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ആദ്യ പകർപ്പ് ഇപ്പോൾ കൈരളി ന്യൂസിന് ലഭിച്ചിരിക്കുന്നു. വളരെ കൃത്യമായ ആദ്യ വരികളിൽ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ആദ്യ വരികളിൽ തന്നെ വായിച്ചെടുക്കാൻ കഴിയുന്നു. വളരെ ദുരൂഹതകൾ നിറഞ്ഞ ആകാശം, ആ ആകാശം സിനിമാ മേഖലയാകുന്ന ആകാശമാണ്. നക്ഷത്രങ്ങൾ തിളങ്ങി നിൽക്കുന്നു, സുന്ദരമുഖത്തോടെ ചന്ദ്രൻ ജ്വലിച്ചു നിൽക്കുന്നു. പക്ഷേ ശാസ്ത്രീയ നിരീക്ഷണ പരീക്ഷണങ്ങൾക്കൊടുവിൽ നക്ഷത്രങ്ങൾ തിളങ്ങുന്നതുമില്ല, സുന്ദരമുഖവുമല്ല ചന്ദ്രന് എന്ന് മനസ്സിലാക്കിക്കൊണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ ആദ്യ പേജുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഷീജ നമുക്കൊപ്പം ചേരുകയാണ്. ഷീജ, ആദ്യ പേജുകളിൽ തന്നെ എന്താണ് ഈ പഠനം നടത്തിയതെന്നും ഇത് ഏറ്റവും പുതിയ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ, ആ പകർപ്പിൻ്റെ ആദ്യ ദൃശ്യങ്ങളാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ഇപ്പോൾ ഷീജ പ്രേക്ഷകർക്ക് മുൻപിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ പേജ് റിപ്പോർട്ടിൻ്റെ 233 പേജ് വരുന്ന ആ റിപ്പോർട്ടിൻ്റെ ആദ്യ പകർപ്പാണ് കൈരളി ന്യൂസിനാണ് ലഭിച്ചിരിക്കുന്നത്. ഷീജ ആ വിവരങ്ങളുമായി ഇപ്പോൾ ചേരും. ഷീജ, ആദ്യ പേജിലെ വിവരങ്ങൾ നമുക്ക്, ആദ്യ വരികൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ നടി ശാരദ അംഗമായ IAS ഉദ്യോഗസ്ഥ ലളിതാംബിക കൂടി അംഗമായ ആ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതിലാദ്യം പറയുന്നത് തന്നെ എന്താണ് ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം? അങ്ങനെ തിളങ്ങുന്നതല്ല, നക്ഷത്രങ്ങൾ തിളങ്ങുന്നതല്ല സിനിമാ മേഖല. ആ ആകാശമെന്ന് ജസ്റ്റിസ് ഹേമ ഉദ്ദേശിച്ചത് സിനിമാ മേഖലയെക്കുറിച്ച് തന്നെയാണ്. ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമുക്കറിയാം. നിലവിൽ മലയാള സിനിമയിലെ നടികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മിറ്റി, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 2019 നൽകിയ റിപ്പോർട്ട്, അത് വലിയ നിയമപ്രശ്നങ്ങൾക്ക് ശേഷം ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നു ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന്. ഷീജ, എന്തൊക്കെയാണ് ഒന്നാം പേജിന് പിന്നാലെ എന്തൊക്കെ വിവരങ്ങളാണുള്ളത്? ഒരുപക്ഷെ കേരളത്തിലെ ചലച്ചിത്ര മേഖല ആകെ കാത്തിരിക്കുകയാണ് ഈ കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ എന്താണ്. ഒരു പക്ഷേ എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുന്നത് മറ്റു ചില കാര്യങ്ങളാണ്. ഒഴിവാക്കപ്പെട്ട 66 പേജുകളുടെ വിവരങ്ങൾ, അതിൽ വ്യക്തികളുടെ വിവരങ്ങളുണ്ട്, ചില സൂചനകളുണ്ട്, വ്യക്തികളിലേക്ക് എത്തുന്ന സൂചനകൾ, അതെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും 23 പേജിൽ എന്താണ് ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഈ മേഖലയിൽ നടന്നുകൂടാത്തത്, എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുക്കേണ്ട നടപടികളെന്ന് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ സ്വാഭാവികമായും തന്നെ ഇതിൽ കാണും. ഇപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ ആദ്യ പകർപ്പ് അതാണിപ്പോൾ കൈരളി ന്യൂസിലൂടെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ, നമ്മുടെ പ്രതിനിധി, ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഷീജ, നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം നടത്തിയതിൽ ലെസ്ലി ജോൺ എന്ന് പറഞ്ഞ കൈരളി TVയിലെ മാധ്യമപ്രവർത്തകൻ അടക്കമുണ്ട്. ഷീജ ചേരുകയാണ്. ഷീജ, പേജുകൾ ഒന്നൊന്നായി വായിച്ചു പോവുക പ്രയാസമുള്ള കാര്യമാണ്. 233 പേജുകൾ വായിച്ചു വിടണം. ആദ്യത്തെ പേജ് 1-2 പേജുകൾ എന്താണ് ഒറ്റ നോട്ടത്തിൽ ഷീജയ്ക്ക് പറയാൻ കഴിയുന്നത്? ആദ്യമായി കൈരളി ന്യൂസാണ് പുറത്തുവിടുന്നത്. ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 233 പേജുകളാണ് ഇതിലുള്ളത്. അതിന്റെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് ചില പേജുകൾ പുറത്തുവിട്ടിട്ടില്ല. ഇതിൽ ഒന്ന് പറയുന്നത് റീഡിഫൈനിങ് മസ്കുലിനിറ്റി ആൻഡ് ഫെമിനിറ്റി, അതായത് എവറി ഒഫൻസ് വയലൻസ് അഗൈൻസ്റ്റ് വിമൻ ആൻഡ് ഗേൾസ് ഈസ് ഷോൺ ഓൺ ദ സ്ക്രീൻ ആസ് എക്സ്പ്രഷൻ ഓഫ് മസ്കുലിനിറ്റി എന്ന് ഇതിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്നു.